പാലാരിവട്ടം KSEB ഓഫീസിൽ അർദ്ധരാത്രി നാട്ടുകാർ പ്രതിഷേധിക്കാൻ ചെന്നു. വൈദ്യുതി മുടങ്ങിയത് സംബന്ധിച്ച് അറിയാൻ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഫോൺ എടുത്തില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. നേരിട്ടെത്തിയ ആളുകളോട് ജീവനക്കാർ മോശമായി സംസാരിച്ചെന്നും നാട്ടുകാരുടെ പരാതി. രാത്രിയിൽ കറണ്ട് പോകുന്നത് പതിവായതോടെയാണ് നാട്ടുകാർ നേരിട്ട് പ്രതിഷേധവുമായി നട്ടപ്പാതിരായ്ക്ക് KSEB ഓഫീസിലേക്ക് കയറി ചെന്നത്. ഏളമക്കര എടപ്പള്ളി ഏരിയയിലുള്ള പ്രദേശ നിവാസികൾ കുറേ ദിവസമായിട്ട് ഭയങ്കര ഭീകരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഈ കറണ്ട് കട്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കറണ്ട് പോവുക, പ്രത്യേകിച്ച് രാത്രികളിൽ. ഞങ്ങളൊരു 4-5ഓളം ദിവസമായിട്ട് ഇവിടെ വന്ന് ശക്തമായിട്ട് KSEB പാലാരിവട്ടം ഓഫീസിൽ പ്രതികരിക്കുന്നുണ്ട്. റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്ക് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഇല്ല. അദ്ദേഹം ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുക. ഞങ്ങൾ ചോദിക്കുമ്പോൾ എയുടെ മറ്റുള്ളവരുടെ ഒഫീഷ്യൽസിന്റെ നമ്പർ, കള്ളത്തരായിട്ട് നമ്പർ തരിക. ഞങ്ങളെ വിളിച്ച് മണിക്കൂറോളം, ഞങ്ങൾ 1 മണിയായി ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഫോൺ കംപ്ലൈന്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ എന്നിട്ട് ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ ഈ ഫോൺ വേറെ പാരൽ ഫോൺ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഒഫീഷ്യൽ ഫോൺസ് ഇവിടെ ഉണ്ട്, ലാൻഡ് ലൈൻ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് മാറ്റി കണക്ട് ചെയ്യും, എന്നിട്ടൊന്ന് ട്രൈ നോക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ബലമായിട്ടൊരു ഫോൺ എടുത്ത് കണക്ട് ചെയ്തപ്പോൾ ആ ഫോൺ വർക്കാവുന്നുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണ്, നമുക്കറിയാം. എന്നാലും നാട്ടുകാർക്ക് ഈ കടുത്ത ചൂടിൽ ഉറങ്ങാൻ കഴിയാതെ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അവർ പ്രത്യക്ഷമായി പ്രതിഷേധിക്കാൻ തയ്യാറായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ KSEB ജീവനക്കാരാണെങ്കിൽ കനത്ത സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ. കോവിഡ് കാലം പോലെ വൈദ്യുതി ബന്ധം മുറിഞ്ഞു പോകാതെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി വൈദ്യുതി, പ്രത്യേകിച്ചും പാതിരായ്ക്ക് എത്തിക്കേണ്ട അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ എത്തിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. ഇതൊരു വെല്ലുവിളിയായിട്ട് KSEB എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. എബിൻ ജോസ്, ഗുഡ് മോർണിംഗ്. എബിൻ, യഥാർത്ഥത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചോ? പ്രതിഷേധം രാത്രി തന്നെ അവസാനിപ്പിച്ചിരുന്നു SKN. പക്ഷേ ഈ രാത്രി കാലങ്ങളിൽ ഈ മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി തടസ്സപ്പെടുന്നത് ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം ചില്ലറയല്ല. ചൂടുകാലമാണ്. അതുകൊണ്ട് തന്നെ ഇത് പലതവണയായി ആവർത്തിച്ചപ്പോഴാണ് നാട്ടുകാർ ഒന്നടങ്കം ഈ KSEB ഓഫീസിലേക്ക് നേരിട്ടെത്തുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തത്. കാരണം ഈ വൈദ്യുതി തടസ്സം നേരിടുന്നത് വിളിച്ചറിയിക്കുമ്പോൾ അത് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല, അതല്ലെങ്കിൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരിട്ട് ഈ ഓഫീസിലെത്തി സംസാരിച്ചപ്പോഴും ഈ ഓഫീസിലുള്ള ജീവനക്കാർ കൃത്യമായ മറുപടി നൽകുന്നില്ല. സാങ്കേതിക കാരണങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ കൃത്യമായ വിവരം നൽകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴും ഈ രീതിയിലാണ് മറുപടി ലഭിക്കുന്നത്. അതേ തുടർന്നാണ് നാട്ടുകാർ KSEB ഓഫീസിൽ പ്രതിഷേധിച്ചത്. പോലീസ് എത്തിയാണ് ഈ നാട്ടുകാരെ ശാന്തരാക്കിയത്. അതിനുശേഷം KSEB ജീവനക്കാർ തന്നെ ഈ വൈദ്യുതി തടസ്സം നേരിട്ട സ്ഥലങ്ങളിൽ രാത്രി തന്നെ എത്തി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയതിനു ശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞു പോയത്. ഓക്കെ, താങ്ക് യു ബിൻ ജോസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.